BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ടെന്ന തീരുമാനത്തിൽ മാറ്റം വരുത്താൻ കോൺഗ്രസ്. കേരളത്തിലെ സാഹചര്യം കണക്കിലെടുത്ത് ജയസാധ്യത മാത്രം പരിഗണിച്ചാൽ മതിയെന്നും 3 എംപിമാർക്ക് ഇളവ് നൽകാനുമാണ് തീരുമാനം. കണ്ണൂർ MP കെ സുധാകരൻ, കോഴിക്കോട് MP MK രാഘവൻ, ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് എന്നിവർക്കാണ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇളവ് ലഭിക്കുക. കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിലും MK രാഘവൻ കോഴിക്കോട് നോർത്തിലും അടൂർ പ്രകാശ് കോന്നി മണ്ഡലത്തിലുമാണ് മത്സരിക്കുക. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. രാഹുൽ ഗാന്ധിയുമായി നേരിട്ടാണ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തി അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 3 എംപിമാർ മത്സരിക്കുമ്പോൾ ഇവർക്ക് പകരം 6 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നതിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. എംപിമാർ മത്സരിക്കുമ്പോൾ പകരം ലോക്സഭാ മണ്ഡലങ്ങൾ നിലനിർത്താൻ പോന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയെന്ന വെല്ലുവിളി കൂടി പരിഗണിക്കുന്നതാണ് മറ്റു ചില എംപിമാരുടെ നിയമസഭാ മോഹത്തിന് തിരിച്ചടിയായത്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന് കഴിഞ്ഞ മാസം ഡൽഹിയിൽ ചേർന്ന തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പ് യോഗത്തിൽ ധാരണയായിരുന്നു. എന്നാൽ നിലനിൽപ്പിന്റെ പോരാട്ടമായി കാണുന്നതും സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യുമ്പോൾ ചിലർക്ക് ഇളവ് നൽകേണ്ടി വരുമെന്നും അത് മറ്റു മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഗുണം ചെയ്യുമെന്നാണ് കനകോലുവിന്റെ റിപ്പോർട്ട്. ഇത് പരിഗണിച്ചാണ് കേരളത്തിൽ ചിലർക്ക് ഇളവ് നൽകുന്നതിനുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധിയും എത്തിയതെന്നാണ് വിവരം. അതേസമയം പാർട്ടി പറഞ്ഞാൽ താൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് സുധാകരൻ പറയുന്നത് എന്ന് മാത്രമല്ല, ഒന്നുകൂടി അതിനെ ഊട്ടുറപ്പിച്ചുകൊണ്ട് പാർട്ടി തന്നോട് മത്സരിക്കാൻ പറയുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും സുധാകരൻ പറഞ്ഞു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എംപിമാർ മത്സരിക്കുന്നതിൽ 2-3 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്നാണ് സുധാകരൻ പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസ് എംപിമാരിൽ 5ഓളം പേര് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കച്ചകെട്ടി നിൽക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സുധാകരന്റെ ഈ തുറന്നു പറച്ചിൽ. സതീശൻ പാച്ചേനിയായിരുന്നു കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി. എന്നാൽ കോൺഗ്രസ് നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രനോട് 1196 വോട്ടുകൾക്കും 1745 വോട്ടുകൾക്കും അധികം പരാജയപ്പെട്ടിരുന്നു. ഇത്തവണ സുധാകരൻ മത്സരിച്ചാൽ മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. 1996 മുതൽ 2006 വരെ കെ സുധാകരനായിരുന്നു കണ്ണൂർ MLA. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ചപ്പോൾ കണ്ണൂർ നിയോജക മണ്ഡല പരിധിയിലും മികച്ച ഭൂരിപക്ഷം നേടിയിരുന്നു. കെ സുധാകരന് 69,824 വോട്ടുകൾ ലഭിച്ചപ്പോൾ CPM സ്ഥാനാർത്ഥിയായിരുന്ന MV ജയരാജന് ലഭിച്ചത് 43,794 വോട്ടുകൾ മാത്രമാണ്. 26,030 വോട്ടുകളുടെ ലീഡാണ് സുധാകരന് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനവുമാണ് കണ്ണൂരിലെ കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നത്. മണ്ഡലത്തിലെ വോട്ടർമാരുമായുള്ള സുധാകരന്റെ വ്യക്തിപരമായ ബന്ധം UDFന് അനുകൂല ഘടകമാണ്. എന്നാൽ എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം നിർണായകമാകും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.